ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ മക്കളെ സ്കൂളിൽ പോകും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്യാസ് സ്റ്റോപ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുള്ളൂ. ലാസ്റ്റ് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അവിയൽ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങൾ. അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ അവിയലൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഉച്ചക്കുള്ള പണികളൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ മീനൊന്ന് നന്നാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനും കൂടി ഉള്ളൂ. അങ്ങനെ ഇതാ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കലും ഒന്ന് റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് 2 ദിവസമായി പാൽവാഴക്ക ഉണ്ടാക്കാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ചൊവ്വരി കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് 1.5 ലിറ്റർ പാലും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിക്കണ്. പിന്നെ അതാ ഒരു 3 പഴം നെയ്യിൽ നല്ലോണം വാട്ടിയിട്ട് എടുത്തിക്കണ്. അപ്പോൾ ചൊവ്വരി നമ്മൾ വേവിച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയും നമ്മൾ വേവിച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പഴം ഇട്ടെടുത്തതിന് ശേഷം പിന്നെ ഒന്നും തിളച്ചാൽ മതി. ഓവറായിട്ട് കുറേ സമയം അങ്ങനെ തിളക്കൊന്നും വേണ്ട. അപ്പോൾ ഇതാ പഴമൊക്കെ ഇട്ടിട്ട് തിളച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കാവും. ഇനിയിപ്പോൾ അതിലേക്ക് കാഷ്യൂം കുറച്ച് ബദാമൊക്കെ ഇട്ടിട്ടൊന്ന് വറുവിട്ടെടുക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ അത്. ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇവിടെ മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പായസം പോലുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.